സ്വന്തമല്ലാത്തത് എന്തൊക്കെ കയ്യിൽ വന്നാലും അതിനാരാണോ അർഹർ അവരെ തേടിപ്പിടിച്ച് അത് എത്തിക്കുക എന്നത് മാനുഷികമായ ഒരു കാര്യം തന്നെയാകുന്നു. അങ്ങനെ എത്രയേറെ പേർ വിലപിടിപ്പുള്ളതൊക്കെയും അതിൻ്റെ അവകാശിയെ തേടിപ്പിടിച്ച് അത് എത്തിച്ച് കയ്യടി നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കൊടും ചൂടിലും പണിയെടുത്ത് കിട്ടുന്ന ഓരോ രൂപയും അത്രമേൽ വിലപ്പെട്ടതാകുന്നു എന്നവർക്കറിയാം. എന്നിരുന്നാൽ തന്നെയും തൻ്റേതല്ലാത്തതൊന്നും അവർ കൈവശം വയ്ക്കില്ല. സ്വാർത്ഥ ലോകത്ത് ചില നന്മയുള്ള മനസ്സുകളാണ് പലപ്പോഴും പലരെയും മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴിതാ അത്തരത്തിൽ പ്രചോദനം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്റേതല്ലാത്ത കാശ് തന്റെ അക്കൗണ്ടിൽ എത്തിയതിന് പിന്നാലെ അവകാശിയെ തേടിപ്പിടിച്ച് നൽകിയ പ്രവാസിയുടെ അനുഭവ കഥ. കഴിഞ്ഞ 15-ന് നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയതായിരുന്നു. ചെക്ക് ഇൻ തിരക്കിനിടയിലാണ് കാഞ്ഞാട് സ്വദേശി മെഹ്താബ് യൂസുഫിന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്നത്. ചെക്ക് ഇൻ തിരക്കെല്ലാം കഴിഞ്ഞ് വിമാനത്തിൽ കയറാനുള്ള കാത്തിരിപ്പിനിടയിൽ വന്ന മെസ്സേജുകളെല്ലാം പരിശോധിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ആ സന്ദേശം കണ്ടത്. ഊരും പേരുമില്ലാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 750 റിയാൽ തന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. യാത്രയുടെ തിരക്കിൽ അതെല്ലാം വിട്ടു. പിന്നാലെ നാട്ടിലെത്തി വിശദമായി പരിശോധിച്ചിട്ടും തന്റെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ച അജ്ഞാതനെ അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. നമ്പർ മാറി അയച്ചതാണെങ്കിൽ തന്നെ ബാങ്കിൽ നിന്ന് വിശദാംശങ്ങൾ എടുത്ത് തന്നെ ബന്ധപ്പെടും എന്ന പ്രതീക്ഷയിൽ മെഹ്താബ് പിന്നെയും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളിയൊന്നും കണ്ടില്ല. നാട്ടിലായതിനാൽ തന്നെ അദ്ദേഹത്തിന് ബാങ്കിനെ ബന്ധപ്പെടാനും കഴിഞ്ഞിരുന്നില്ല. അയച്ചയാളുടെ പേര് റിയാസ് പാറാട്ട് വീട്ടിൽ എന്ന് മാത്രം ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ച് സുഹൃത്തുക്കൾ വഴിയും അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരാളെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. മറ്റൊരു വഴിയുമില്ലാതെ ഖത്തർ ചാരിറ്റിയിലേക്കോ മറ്റോ നൽകാമെന്ന ആലോചനയ്ക്കിടയിലാണ് മലയാളികളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ ഖത്തർ മലയാളീസ് എന്ന പേജിൽ വെള്ളിയാഴ്ച ഒരു പോസ്റ്റ് ഇട്ടത്. കാശയച്ചയാളുടെ പേരും തുകയും വ്യക്തമാക്കിയായിരുന്നു പോസ്റ്റ്. മെസ്സേജ് കാണുന്ന റിയാസ് ട്രാൻസ്ഫർ റെസിപ്റ്റ് പ്രൂഫ് അയച്ചു തന്നാൽ പരിശോധിച്ച ശേഷം പണം തിരിച്ചയക്കാമെന്നായിരുന്നു മെഹ്താബിന്റെ പോസ്റ്റ്. അങ്ങനെ പോസ്റ്റ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വൈറലായി മാറി. 3 മണിക്കൂർ കൊണ്ട് ദോഹയിൽ നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഒരു കോൾ വന്നു. വഴിതെറ്റി പണമയച്ച ആളുടേതായിരുന്നു ആ വിളി. രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം തുക റിയാസിന്റെ അക്കൗണ്ടിൽ തിരിച്ചയച്ചതോടെ മെഹ്താബിന്റെ 9 നാൾ നീണ്ട അന്വേഷണത്തിന് അങ്ങനെ ശുഭപര്യവസാനം കുറിക്കുകയായിരുന്നു. അതേസമയം 11 വർഷമായി ഖത്തറിലേക്കുള്ള മെഹ്താബ് അൽ അൽഖ്ലി ബിസിനസ് സെന്റർ ഓപ്പറേഷൻ മാനേജറായി ജോലി ചെയ്യുകയാണ്. പണമയച്ചതും അതറിയാതെ പോയതുമായ കഥകളെക്കുറിച്ച് റിയാസ് പറയുന്നു. ഖത്തർ മലയാളീസ് ഫേസ്ബുക്ക് പേജിൽ എന്റെ പേര് വെച്ച് ആരോ ഒരു പോസ്റ്റ് ചെയ്തതായി സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ സംഭവം അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചസമയം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഫോണിൽ നിരവധി കൂട്ടുകാരുടെ വിളികളും സന്ദേശങ്ങളും എത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയായിരുന്നു ബാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചത്. 15-ാം തീയതി 750 റിയാൽ മെഹ്താബിന്റെ അക്കൗണ്ടിലേക്ക് പോയിരുന്നു. എന്നാൽ താൻ അറിഞ്ഞുകൊണ്ടുള്ള ട്രാൻസ്ഫർ ആയിരുന്നില്ല ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറെ മാസങ്ങൾക്ക് മുമ്പ് സുഹൃത്തിനു വേണ്ടി ഒരു ബിൽ പേയ്മെന്റിനായി മെഹ്താബിന്റെ അക്കൗണ്ട് നമ്പർ ബെനിഫിഷ്യറിയായി ചേർക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നെ ഒരു ഇടപാടും നടന്നിട്ടില്ല. ആളെയും അറിയില്ല. മൊബൈൽ ഫോണിലെ ബാങ്ക് ആപ്ലിക്കേഷൻ ആപ്പിൽ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴോ മറ്റോ കുട്ടികളുടെ കയ്യിൽ നിന്ന് അബദ്ധമാവാം തുക ട്രാൻസ്ഫർ ആവാൻ ഇടയായതെന്ന് സംശയിക്കുന്നു എന്നും റിയാസ് പറയുന്നു. എന്തായാലും അറിയാതെ നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് തൃശൂർ ചാവക്കാട് സ്വദേശിയായ റിയാസ്. AC റിപ്പയറിംഗ് ജോലി ചെയ്യുന്ന ഇദ്ദേഹം വക്രയിൽ കുടുംബത്തിനൊപ്പമാണ് താമസം. അവധിക്ക് നാട്ടിലുള്ള മെഹ്താബ് മടങ്ങിയെത്തിയാൽ കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും റിയാസ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.